ട്രഡീഷണൽ വയറിംഗ് ഇഷ്യൂസ് പ്രധാനമായും ധാരാളം വയർ നമ്മൾ ഉപയോഗിച്ച് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ്. എന്തെന്നാൽ ഓരോ സ്വിച്ച് ബോർഡും, അതായത് നമ്മൾ ഓരോ മുറിയിൽ ഉപയോഗിക്കുന്ന സ്വിച്ചുകളുടെ ആ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് അതിനകത്ത് ധാരാളം വയറിംഗ് ഉണ്ട്. അതായത് ഓരോ സ്വിച്ചിലേക്കും വരുന്ന വയറിങ്ങിന്, ഓരോ സ്വിച്ചിൽ നിന്നും വെളിയിലോട്ട് പോകുന്ന വയറിങ്, ഇതെല്ലാം കൂടി അതിനകത്ത് വളരെ കോംപ്ലിക്കേഷനാണ്. ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളവർ നിങ്ങൾ സ്വിച്ച് ബോർഡ് തുറന്നു നോക്കിയാൽ ഏതാണ്ട് ഒരു കാറിൻ്റെ ബോണറ്റ് തുറന്നു നോക്കിയ പോലെ ഉള്ള ബുദ്ധിമുട്ട് അതിനകത്ത് കാണാം. രണ്ടാമത്തെ ട്രഡീഷണൽ വയറിങ്ങിൻ്റെ ഇത് ധാരാളം മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്, ഒട്ടും സിംപ്ലിഫൈഡ് അല്ല, ഒരുപാട് വയർ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഈ സ്വിച്ചുകളെല്ലാം തന്നെ ഇപ്പോൾ വളരെ എക്സ്പെൻസീവാണ്. അതിലൊരു സ്വിച്ച് കേടായി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ സ്ഥിതിയിൽ സ്വിച്ചിൻ്റെ ഫാഷൻ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ആ പഴയ സ്വിച്ച് കിട്ടുകയില്ല. നിങ്ങൾക്ക് ആ മുഴുവൻ ബോർഡും മാറ്റേണ്ടി വരും. ഇതെല്ലാം തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ കൂടാതെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ്റനൻസ്, ഒരു പുതിയൊരു ലൈറ്റ് ഫിറ്റിംഗ് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നിങ്ങളുടെ ലൈറ്റ് ഫിറ്റിംഗ് ഉണ്ടോ അവിടെ നിന്ന് നിങ്ങളുടെ സ്വിച്ച് ബോർഡിലേക്ക് വലിക്കേണ്ടി വരും. പലപ്പോഴും അത് വളരെ ബുദ്ധിമുട്ടായി തീരും. എന്തെന്നാൽ ഈ കോൺഡ്യൂട്ടറിനകത്ത് അപ്പോൾ തന്നെ ധാരാളം വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാകും. അതിനകത്ത് ഇടയ്ക്കുള്ളൊരു വയർ പുതിയതായിട്ട് വലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. റെമോസ്വിച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സ്വിച്ച് ബോർഡ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നില്ല. ഇതിന് പകരമായി ഇന്ന് ഭിത്തിയിലിരിക്കുന്ന സ്വിച്ചസിനെ നമ്മൾ ലൈറ്റുകളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ലൈറ്റിൻ്റെ അടുത്ത് അതിൻ്റെ സ്വിച്ച്. അപ്പോൾ ചോദ്യം വരും, എങ്ങനെ ആ ലൈറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യും? ആ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ റെമോസ്വിച്ച് ടെക്നോളജി ഉപയോഗിക്കുന്നത്. എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ റെമോസ്വിച്ചിനെ നമ്മുടെ വിരൽ തുമ്പുകൊണ്ട് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടെക്നോളജി. ഒരു സ്വിച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വി ആർ വെരി നിയർ ടു ദി 240 വോൾട്ട് സിസ്റ്റം. എന്തെങ്കിലും കാരണവശാൽ കുറച്ച് വെള്ളം വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധാരണ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയാണ്. അതേസമയം നിങ്ങളൊരു റിമോട്ട് സ്വിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിനകത്തുള്ളത് ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് മാത്രമാണ്, ഒട്ടും പ്രശ്നമില്ല. 240 വോൾട്ട് ലൈറ്റ് ഫിറ്റിങ്ങിന് അടുത്ത് വെച്ചിരിക്കുന്ന സ്വിച്ചിൽ മാത്രമേ ഉള്ളൂ. എസ്തെറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചോളം അവിടെ ഒരു മുറി അറേഞ്ച് ചെയ്യുമ്പോൾ എവിടെ ഫർണിച്ചർ ഇടണം എന്ന് വരുന്നതും എവിടെ സ്വിച്ച് വരണമെന്നുള്ളതും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവും പലപ്പോഴും. അതുപോലെ തന്നെ ഈ സ്വിച്ചുകൾ നമ്മൾ ഭിത്തിയിൽ മൗണ്ട് ചെയ്ത് വെക്കും. ആ സ്വിച്ച് എപ്പോഴും ഓപ്പറേറ്റബിൾ ആയിരിക്കണം. അതായത് നമുക്ക് അതിനടുത്തോട്ട് പോകാൻ പറ്റണം. അതിനനുസരിച്ച് നമ്മൾ ഫർണിച്ചർ അറേഞ്ച് ചെയ്യണം. പിന്നെ പലപ്പോഴും നമ്മളൊരു മുറിക്ക് 2 ഡോറുണ്ട്. ഓരോ ഡോറിൻ്റെ അവിടെയും നമ്മൾ വേറെ സ്വിച്ച് വെക്കേണ്ടി വരും. അതിന് 2-way സ്വിച്ച് അല്ലെങ്കിൽ 2-way വയറിംഗ് എന്ന് പറയും. ഇതെല്ലാം വളരെ ചിലവേറിയതാണ്. ഇതാണ് നമ്മുടെ റിമോട്ട് സ്വിച്ച്. ഈ റിമോട്ട് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ ബോർഡിൽ നിന്ന് വരുന്ന വയർ ഇതിലേക്ക് വന്നിട്ട് ഇതിലൂടെ വെളിയിലേക്ക് പോകും. ഇവിടുന്ന് വെളിയിലേക്ക് പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ ഏത് ഫിറ്റിംഗ് ആണോ അതിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇതിനകത്താണ് ഇതിനുള്ള സ്വിച്ച് ഇരിക്കുന്നത്. നമ്മുടെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഒരു ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഈ സ്വിച്ച് ഓപ്പറേറ്റഡ് ആവുകയും ലൈറ്റ് ഓൺ ആവുകയും വീണ്ടും ആ സ്വിച്ച് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓഫ് ആവും. നമ്മുടെ ഇലക്ട്രിക്കൽ MCB ബോർഡിൽ നിന്ന് വരുന്ന 2 വയറുകൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് വരുന്ന 2 വയറുകൾ, ഒരു സർക്യൂട്ടിന് വേണ്ട 2 വയറാണ്, ഒരു ഫേസും ഒരു ന്യൂട്രലും. അത് നമ്മൾ ഈ ഇലക്ട്രിക്കൽ കണക്ടറിലേക്ക് കണക്ട് ചെയ്തു. ഇത് ഒരു വശത്ത് കണക്ട് ചെയ്തിട്ട് ആ വയറിൻ്റെ ഈ കണക്ഷൻ നമുക്ക് തുടർച്ചയായിട്ട് അടുത്ത ലൈറ്റ് ഫിറ്റിങ്ങിലേക്ക് പോകാൻ പറ്റും. 1, 2 ഈ 2 എണ്ണം അടുത്ത ലൈറ്റ് ഫിറ്റിങ്ങിലേക്ക് പോകുക. അതേസമയം ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് 2 വയറുകൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റ് ഫിറ്റിങ്ങിലേക്ക് പോകും. ആ ലൈറ്റ് ഫിറ്റിങ്ങിലേക്ക് പോയി അത് പോകുന്നത് ഈ റിമോട്ട് സ്വിച്ചിൽ കൂടെയാണ്. ഈ റിമോട്ട് സ്വിച്ചിൽ കൂടെ പോയി കഴിയുമ്പോൾ ഈ റിമോട്ട് സ്വിച്ച് അതിനെ നിയന്ത്രിക്കും. ഇത് നിയന്ത്രിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു റിമോട്ട് കൺട്രോളാണ്. റീഫർബിഷിങ്ങിന് റിമോട്ട് സ്വിച്ച് 2 വിധത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, എക്സിസ്റ്റിംഗ് സ്വിച്ച് ബോക്സിനകത്ത് തന്നെ ഈ റിമോട്ട് സ്വിച്ചിനെ വെച്ചിട്ട് നമുക്ക് ആ വയറിംഗ് കണക്ട് ചെയ്തുകൊണ്ട് എക്സിസ്റ്റിംഗ് സ്വിച്ചിനെ റിപ്ലേസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വേണ്ടി വരുന്ന സമയത്ത് ഈ സർക്യൂട്ടിലുള്ള ഏറ്റവും അടുത്ത പോയിന്റിൽ, അതായത് ആ പുതിയ ലൈറ്റ് ഫിറ്റിങ്ങിന് ഏറ്റവും അടുത്ത പോയിന്റിൽ നിന്ന് ഈ റിമോട്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് അതിൽ നിന്ന് പുതിയ ലൈറ്റ് ഫിറ്റിംഗ് കണക്ട് ചെയ്യാവുന്നതാണ്.